ഇതൊരു ബ്ലൗസാണ് കട്ട് ചെയ്യണത്, ക്രോസ് പീസ്. ഇറക്കം 16, വണ്ണം 44, 44 അല്ല 41 പ്ലസ് 3 ഇഞ്ച് കൂട്ടണം. അരവണ്ണം 39, ഷോൾഡർ 16, സ്ലീവ് 10 ഇഞ്ച് ഇറക്കം. തുണി ആകെ 1.10 ഉള്ളൂ. അപ്പോൾ ഇത് ക്രോസ് വെട്ടണം. ക്രോസ് വെട്ടണ രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരുടെയും സംശയമാണത് എങ്ങനെയാണ് ഇത് ക്രോസ് വെട്ടുന്നതെന്നാണ് പലവരും ചോദിക്കാറുണ്ട്. ആ സംശയം നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ സംശയം അവർക്ക് ഫോണിൽ കൂടെ തന്നെ അവർക്ക് മനസ്സിലാക്കാം. അതിനു വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഇതിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. 16 ഇഞ്ച് എന്നുള്ളത് 16.5 ഇഞ്ച്, അര ഇഞ്ച് കൂട്ടിയിട്ട്. വണ്ണം 41 പ്ലസ് 3 കൂട്ടണം നമ്മൾ. അപ്പോൾ വൺ സൈഡ് നമുക്ക് 11.25 കിട്ടും. അത് 11.25 കൂടി ഇത് മാർക്ക് ചെയ്യും. അരവണ്ണം 39, 39 4 മാർക്ക് ചെയ്യുക. 9.25. കയ്യെത്തുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് വെക്കുന്നത്, രണ്ട് സൈഡ്. അത് മാർക്ക് ചെയ്യും. ഷോൾഡർ നെക്ക് ഇവിടെ എത്ര വണ്ണമുള്ള ആളാണ്, അത് കാരണം കൊണ്ട് നെക്കിൻ്റെ അകലെ ഇവിടെ 2.5 വയ്ക്കും. ഇവിടെ ഒരു 3 ഇഞ്ച് വയ്ക്കുക. ഇച്ചിരി വൈഡ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 3 ഇഞ്ച് വെച്ചു. അതുപോലെ ബാക്കിൻ്റെ ഇറക്കം 8 ഇഞ്ച് മാർക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ വൈഡായിട്ട് വരച്ചിടുക. ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.25 തയ്ച്ച് കഴിഞ്ഞാൽ വേണം. അപ്പോൾ അരഞ്ച് തയ്യത്തുമ്പോൾ ഉൾപ്പെടെ 3.25 മാർക്ക് ചെയ്യും. ഈ ഷോൾഡർ ഇവിടുന്ന് കൈക്കുഴിയിൽ 5 ഇഞ്ച് വയ്ക്കുക. 5 ഇഞ്ച് വെച്ചിട്ട് ബാക്കി ഈ അളവിലേക്ക് മാർക്ക് ചെയ്താൽ മതി, വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് തയ്യത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 9 ഇഞ്ച് വണ്ണം കിട്ടാൻ പാകത്തിന് കിട്ടും. 9 ഇഞ്ച് കൈക്കുഴി ഇവിടുന്ന് കിട്ടാൻ പാകത്തിന് നമുക്ക് കിട്ടും. അതുപോലെ അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ടിങ് നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ കട്ടിങ് പീസ് കിട്ടും. ഇനി ഇത് ക്രോസ് ആയിട്ടാണ് നമുക്ക് വെട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇവിടുന്ന് ഇവിടേക്ക് ഒരു വര വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാർക്ക് നമുക്ക് അളവെടുക്കാം. ഇതിന്ന് ഒരു 1.25 ഇഞ്ച് 1.25 ഇഞ്ച് കുറച്ച് ഇവിടുന്ന് വെച്ചാൽ മതി. 15.25 ഉണ്ട് മാർക്ക്. 15 കിട്ടിയാലും മതി നമുക്ക്. പിന്നെ ഇവിടുത്തെ വണ്ണം, ഫ്രണ്ട് വണ്ണം 12 ഇഞ്ച് എടുക്കുക. അതായത് നമ്മൾ ബാക്ക് ഇവിടെ എടുത്തേക്കുന്നത് 11.25 ആണ്. 11.25 3/4 ഇഞ്ച് തയ്യത്തുണ്ട്. ഇവിടെ ഒരു 4 ഇഞ്ച്, ഇവിടെ ടെക്കിൻ്റെ ഒരു 1/2 ഇഞ്ച്, 3/4. അത് കൂട്ടിയാണ് 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തത്. ഇവിടെ ഈ ടെക്കിൻ്റെ വണ്ണം കൂടുതൽ വേണം. ബ്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി വണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അകലെ ഇച്ചിരി കൂടുതലിടാം. അപ്പോൾ എന്തോരം കൂട്ടിയിടണമെന്ന് വിചാരിച്ചാൽ അത് ബാക്കിലേക്ക് അത് കറക്റ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ 15 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് കൂടി കുറച്ചിട്ടിട്ട് വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ. ഈ എൻഡും ഇവിടുത്തെ എൻഡും കറക്റ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രോസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ടെക്ക് നമുക്ക് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഷോൾഡറിന് ഇവിടുന്ന് നമ്മൾ ടെക്കിൻ്റെ അളവ് എടുക്കുന്നതിനനുസരിച്ച് ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യത്തും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ സൈഡിൽ നിന്നുള്ളത് ഈ എൻഡിൽ നിന്ന് വരുന്ന ടെക്കിൻ്റെ അവിടെ ചേർന്ന് ഇവിടുന്ന് 3/4 ഇഞ്ചോളം അകലം വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഏകദേശം ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യുക. 3/4 ഇഞ്ച് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ വരയ്ക്കുക. ഇതും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അളവൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേറെ വേസ്റ്റ് ഒന്നും പോകില്ല. വേസ്റ്റ് പോകാതെ കണ്ട് നമുക്ക് കിട്ടും. ഈ പീസ് നമുക്ക് ഫ്രണ്ട് പടിയൊക്കെ പിടിപ്പിക്കാം. ഈ പടി നമുക്ക് കയ്യിൽ ഈ പറഞ്ഞ മാതിരി 10 ഇഞ്ചാണ് ഇറക്കം. 10 ഇഞ്ച് ഇറക്കം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2 കൈയിൽ പന്നം ഇതിപ്പോൾ 19 ഇഞ്ചാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന കൈക്കുഴിയുടെ വണ്ണം എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. 9.5 ഇഞ്ച് 19 ഇഞ്ച് വരും. അപ്പോൾ 19 ഇഞ്ച് നമുക്ക് ഇങ്ങനെ വെട്ടുമ്പോൾ കിട്ടില്ല. 2 ഇഞ്ചോളം കുറവാണ്. പിന്നെ തയ്യത്തുമ്പോൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓരോ പീസായിട്ട് വെട്ടണം. അപ്പോൾ അടിപ്പീസ് നമുക്ക്
അടിയിൽ ജോയിൻ ചെയ്യാൻ പീസ് വേണം. അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പീസ് നമുക്ക് അടിയിൽ ജോയിൻ ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം, വേസ്റ്റ് പോകാതെ എങ്ങനെയാണ് കാണിക്കാം. എൻ്റെ ഇത് വരണ്ട. ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് പീസാണ്. ഈ വേസ്റ്റൊന്നും പോകാത്ത രീതിയിൽ വെട്ടേണ്ടതാണ് കാണിക്കുന്നത്. ഫ്രണ്ടിലേക്ക് ചെറിയൊരു കർവ് പോലെ കൊടുക്കുക. ഫ്രണ്ട് കൂടി ഫ്രണ്ടിലേക്ക് ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് പോയി അടിയിൽ നിന്ന് ഇത്രയും ഷേപ്പിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് മേളിലേക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിലൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത് ആണ് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. ഇത് കട്ടിങ് പീസ് എടുക്കാം. ഇത് നമുക്ക് വരുന്നത് ഒമ്പതര ഇഞ്ച് ഫ്രണ്ട് കയ്യെത്തുണ്ട്. ഇനി 4.5 ഇഞ്ചാണ് നമ്മൾ ടെക്കിന് അടയാളപ്പെടുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം ഒരു 2.25 ഇഞ്ച് വീതി കിട്ടിയാൽ മതി. തയ്ച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് 2.25 ഇഞ്ച് കിട്ടും. ഇവിടെ ഒരു 3.5 ഇഞ്ച് 3.25 ഇഞ്ച് ഇട്ടോളൂ. കൂടുതൽ ഒരു പോയിൻറ്റ് കൂടുതൽ കിടന്നു വെച്ചിട്ട് കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. ഇവിടെ 3.5 ഇഞ്ച് കറക്റ്റാണ്. കറക്റ്റ് ഇങ്ങനെ ഇത് വേസ്റ്റ് പോകാതെ കിട്ടും. ഇത്രയും വേസ്റ്റേ ഉള്ളൂ. ഇത് ക്രോസിന് പടിക്ക് കൈയിൻ്റെ സ്ലീവിനുള്ള ജോയിൻ്റുള്ള പീസ് കിട്ടും. ഇത്രയും പീസ് കൊടുക്കും. ഇനി അടുത്ത് നമുക്ക് കൈയാണ് വെട്ടേണ്ടത്. കൈ ഓരോന്ന് വെട്ടണം. 2 എണ്ണം കിട്ടില്ല, 1 എണ്ണം കിട്ടില്ല. അതുകൊണ്ട് 19 ഇഞ്ചാണ് നമുക്ക് പത്തര ഇഞ്ച് കൈയാക്കാം. 10 ഇഞ്ച് വയ്ക്കുന്നത് 4 ഇഞ്ച് അടിയിൽ തയ്യെത്തുമ്പോൾ 7 4 കറക്റ്റ് അളവായിരിക്കും കേട്ടോ. കൂടുതലൊന്നും ഉണ്ടാവില്ല. കൈവണ്ണം 7 ഇഞ്ചാണ് അടിവണ്ണം. ഇവിടെ 9.5 ആണ്. 8 ഇഞ്ച് കൊടുത്ത കൈവണ്ണം കിട്ടിയത്. 10.5 3.5 ഇഞ്ച് ഇവിടെ ഇറക്കി വയ്ക്കുക. ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക. നമുക്ക് 1 ഇഞ്ചിൻ്റെ ഇതുണ്ട് വീതിയുള്ളത്, അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ഇങ്ങനെ